പ്രതിയൊരു നിസ്കാരവും അത് അള്ളാഹു ഭയം നിർണയിച്ചാണ്. പിന്നെ സ്വലാത്ത് കാലത്ത് മുഅ്മിനീന കിതാബൻ മൗഖൂത. മുഅ്മിനീങ്ങളുടെ മേൽ നിസ്കാരം ചെല്ലൽ ഭയം നിർണയിക്കപ്പെട്ട കണ്ടായ ബാധ്യതയിരിക്കും. അത് ഫജ്റിനെ വിളിച്ചിട്ട് ഇശാഅത്തോട് പ്രതിയൊരു നിസ്കാരം. ആണികളുടെ മേൽ ജമാഅത്തായി നിസ്കരിക്കേണ്ടത് കണ്ടായിരിക്കും. പെണ്ണിങ്ങക്ക് ആവലെന്ന് പറഞ്ഞു ഔദ്യോഗിക നിസ്കരിക്കും. അത്ര ഞങ്ങളിൽ ഇത്രമാ മനുഷ്യന്മാർ ഈ ഫർദ് നിസ്കാരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് ഭാര്യയോടെ. ഫജ്ർ നിസ്കാരത്തിൽ എത്ര ആളിക്കണം, ലോഹറിൽ എത്ര ആളിക്കണം, ഇശാഖ് അസർ ഇശാഖ് മകൻ എല്ലാ നിസ്കാരത്തിലും ഏത് റായത്ത് പോലും പള്ളിയുണ്ട്. ഞങ്ങളെല്ലാവരും റായത്ത് ഞങ്ങൾ ഔദ്യോഗിക സ്വഭയ്ക്ക് ഫജ്റിന് എല്ലാവരും ഔദ്യോഗിക്കണം. ജാവ് ഉറങ്ങി സ്വഭയ്ക്ക് പോകണം. അപ്പൊ അത് ആക്ച്വലി എന്തായിരിക്കണം, ഞങ്ങളുടെ റായത്തെ പള്ളി സ്വഭയ നിസ്കാരം നോക്കിയിരിക്കണം. അതിനുള്ള പള്ളി സ്വഭയ നിസ്കാരത്തിൽ ഒരു സംശയം പൂർത്തിയാവുക. എന്തുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്ര ഒരു വൈമനസ് ചെന്നോ بباب أحدكم يغتسل منه كل يوم 5 مرات هل يبقى من درنه شيء. സഹാബാക്കന്മാരുടെ നിസ്കാരത്തിൽ നിങ്ങൾ ഔത്തര വായിന്റെ മട്ടൻ ഒരു പോലെയുണ്ട്, ഒരു റിവർ, ഒരു നദിയുണ്ട്. ആ നദിയിൽ പോയി നിങ്ങൾ ഡെയിലി 5 വട്ടം കുളിക്കണം. 5 വട്ടം കുളിച്ചിട്ട് സഹാബാക്കന്മാരുടെ കേൾക്കണേ നിങ്ങൾ തടിയിൽ ചേർ ബാക്കി ബാക്കി ഇക്കരുത്. അപ്പൊ സഹാബാക്കന്മാർ ഇല്ല, നിങ്ങളതൊരു തെങ്ങിലും ചേർ ബാക്കി 5 വട്ടം കുളിച്ചിട്ട് ഒരു വട്ടല്ല ഡെയിലി 5 വട്ടം കുളിച്ചിട്ട്. അതേപോലെ ഞങ്ങളെ ഓരോ നിസ്കാരം കൊണ്ടെത്തും ഞങ്ങളെ ദോഷത്തെ മാഫാക്കി, ഞങ്ങളെ ദോഷത്തെ പാപം അതിനൊന്നും മാഫാക്കി വേണ്ട. ഓരോ നിസ്കാരത്തിലല്ല ഫജ്ർ നിസ്കരിക്കാത്തവർക്ക് നോൺ നിസ്കരിച്ച് മാഫ് കിട്ടുക, ദോഷം മാഫാവാ. ഫജ്ർ നിസ്കാരം സൂര്യ ഉദിക്കുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമല്ല. കോഴിക്കുട്ടർ പോലെ 4 വട്ടം ബക്കിറ്റ് നിസ്കാരമല്ല. എങ്ങനത്തെ നിസ്കാരം? ആ അശ്രദ്ധ ഗവണിക്കല നിസ്കാരത്തിൽ. പിന്നെന്നോ അങ്ങ് ആളുമാരെ കാട്ടുവിനേക്ക് നിസ്കരിക്കുക. ആളുമാരെ കാട്ടത്തിൽ നിസ്കരിച്ച് ഫായതയില്ല. ഇഖ്ലാസോടുകൂടി അള്ളാഹു നിസ്കാരത്തെ നിർബന്ധാക്കാൻ കണ്ടായാക്കി വെച്ച നീയത്തോടുകൂടി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഔത്ത നിസ്കരിച്ചെങ്കിൽ ആണിനെങ്കിൽ അതില് ബിസിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി അയാൾ നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ഔത്ത് നിസ്കരിക്കട്ടെ, എനിക്ക് കണ്ണ് കാണില്ല, എനിക്ക് ആലമാരുടെ കുട്ടിയോട് പറഞ്ഞു ആമില്ല, ഞാൻ ഔത്ത് നിസ്കരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഔത്ത് നിസ്കരിക്കും. പിന്നെ പോയാൽ ആളെ വിളിച്ച് കേൾക്കി കാത് പാങ്ങി കേൾക്കാം. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ചെന്നിലേക്ക് കാത് കേൾക്കി ഫാജിബ് എന്ന് നീ ജവാബ് കൊടുക്കണം. അതായത് നീ പാങ്ങി കേൾപ്പിച്ചാൽ പള്ളിക്ക് പോകണം. കണ്ണ് കാണാത്ത ആളുകൂടെ ഔത്ത് നിസ്കരിക്കും പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ എത്രമാര് സ്വഭയിച്ചിട്ട് ഔത്തുലെ നിസ്കരിക്കും. ദൂരമുള്ളൂ, അത്തരമുള്ളൂ, ഇത്തരമുള്ളൂ. ഉമ്മക്കും കണ്ണ് കാണി കണ്ടോണ്ട് പറഞ്ഞു ചെറുതായിട്ട് കാണില്ല, എന്നിട്ടും നിങ്ങൾ പള്ളിക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിസ്കാരത്തെ വിഷയത്തിൽ യാറ് ചെയ്യാനാക്കണോ. നാളെ 1ാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തെ വിഷയത്തിലുണ്ടാവും. നിസ്കാരം കറക്റ്റ് ഉണ്ടെങ്കിൽ ബച്ചവാ, നിസ്കാരം ഇൻകംപ്ലീറ്റ് അപൂർണമായിട്ടുണ്ടെങ്കിൽ അവിടെ ബച്ചവാഹു മാറി കഷ്ടപ്പെട്ടു. അള്ളാഹു നമുക്ക് എല്ലാവരും ശരിയായി വക്തും പള്ളി വന്ന് ജമാഅത്തായി നിസ്കരിക്കുക തൗഫീഖ് തന്നാണ് വിളിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا